ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ മൂന്നാം വട്ടവും കേന്ദ്രഭരണം പിടിക്കാൻ കൃത്യമായ കരുതലോടെയാണ് BJP നീക്കമെന്ന് തോന്നുന്നു. നിലത്ത് നിന്നിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ എന്ന മട്ടിലായിട്ടുണ്ട് പ്രതിപക്ഷം. ലവ് ജിഹാദ് വിഷയമായ സിനിമ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതടക്കം BJP നടത്തുന്ന നീക്കങ്ങൾ കൗതുകകരമാണ്. തിരുവനന്തപുരത്ത് CSI സഭയുടെ മുൻ ബിഷപ്പിൻ്റെ ഭാര്യയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തതിന് പിന്നിൽ പോലും BJPയുടെ ബുദ്ധികേന്ദ്രങ്ങളുടെ പങ്ക് പലരും സംശയിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED ചോദ്യം ചെയ്തിരിക്കുന്ന ബിഷപ്പിൻ്റെ ഭാര്യയാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. അവർ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റേതാകുമെന്ന് ഉറപ്പാണ്. വയനാട്ടിൽ രാഹുലിൻ്റെ റോഡ് ഷോയിൽ ഒരു പാർട്ടിയുടെയും കൊടി ഉപയോഗിക്കാതിരുന്നത് കോൺഗ്രസും കണക്ക് കൂട്ടി കളിക്കുന്നതിൻ്റെ സൂചനയായി. പോപ്പുലർ ഫ്രണ്ട് ബന്ധം വഴി ആരോപണ നിഴലിലുള്ള സുഡാപ്പി ഏപ്രിൽ ഫൂൾ ദിനത്തിൽ വല്ലാത്ത ഒരു ഉൾവിളി കിട്ടിയതുപോലെ മാധ്യമപ്രവർത്തകരോട് നടത്തിയ കോൺഗ്രസിനുള്ള പിന്തുണ പ്രഖ്യാപനം പോലും ഇത്തരത്തിലുള്ള ഒന്നായി ചിത്രീകരിക്കപ്പെടുന്നു. എന്തേ പെട്ടെന്നിങ്ങനെ ഒരു പ്രഖ്യാപനമെന്ന് പലരും സംശയിച്ചു. ഇത് നേട്ടത്തേക്കാൾ ദോഷമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് മൂന്നാം പക്കം പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ ആരുടെയും പിന്തുണയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പിന്തുണ വന്നപ്പോൾ ആദ്യം കോൺഗ്രസ് പകച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് വേണ്ടെന്ന് തുറന്നടിച്ച ആര്യാടൻ മുഹമ്മദിനെ പോലെ ആരും ഇന്നില്ല. ഒടുവിൽ തള്ളിപ്പറഞ്ഞതിനോട് സുഡാപ്പി എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. എന്നാൽ ദേശീയ തലത്തിൽ വരെ തിരിച്ചടിക്കാമായിരുന്ന ഒരു വിഷയത്തിൽ നിന്ന് കോൺഗ്രസ് വിവേകപൂർവ്വം തലയൂരിയെന്ന് പറയാം. സുഡാപ്പിയുടെ ശക്തിയെക്കുറിച്ച് അവരെത്ര അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും മുസ്ലിം സമൂഹത്തിൽ കാര്യമായ വേരോട്ടമില്ലെന്ന് ആദ്യം പറയുന്നത് മുസ്ലിം ലീഗാണ്. കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലായി 9000 പഞ്ചായത്ത് മെമ്പർമാരുള്ളതിൽ 100-ലധികം പേരുള്ള പാർട്ടിയാണ് സുഡാപ്പി. 2014 20 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. 5ഇടത്ത് ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് കിട്ടി. 10ഇടത്ത് BJPക്ക് പിന്നിൽ 4ാം സ്ഥാനം. എന്നാൽ 2019 8 ലോക്സഭാ സീറ്റിൽ മത്സരിച്ച അവർക്ക് 2ഇടത്ത് മാത്രം 10,000-ലേറെ വോട്ട് കിട്ടി. മലപ്പുറം 19,095 വോട്ടും പൊന്നാനി 18,114 വോട്ടും. കണ്ണൂരിൽ 8,139 വോട്ടും കിട്ടി. ആകെ പോൾ ചെയ്തതിൻ്റെ 0.4% കിട്ടിയ വോട്ടുകൾ. ഇത്തവണ ജനമുന്നേറ്റ യാത്രയൊക്കെ നടത്തി അണികളെ ഇളക്കി. ഇതിനിടെ സുഡാപ്പികൾ കോഴിക്കോട്ട് മാർച്ച് 20 നടത്തിയ ഇഫ്താർ വിരുന്നിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. വോട്ട് വാങ്ങാൻ തയ്യാറെങ്കിലും പരസ്യബന്ധത്തിന് തയ്യാറായിട്ടില്ലെന്ന് ചുരുക്കം. ഇവിടെ കോൺഗ്രസിന് പിന്തുണയെന്ന് പറഞ്ഞെങ്കിലും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ DMKയ്ക്കൊപ്പം ചേർന്ന് നിന്ന ഇന്ത്യ മുന്നണിക്കെതിരെയാണ് മത്സരം. സുഡാപ്പി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും സന്തോഷം BJPക്കായിരുന്നു. അവർക്കിതുമായി സമർത്ഥമായി പ്രചാരണത്തിന് ദേശീയ തലത്തിൽ വരെ ഉപയോഗിക്കാം. ഇന്ത്യ മുന്നണി തീവ്ര സംഘടനകൾക്കൊപ്പം എന്ന പ്രചാരണവും ആലപ്പുഴയിൽ മുഴക്കിയ മുദ്രാവാക്യങ്ങളുടെ ഓഡിയോയും വടക്കേ ഇന്ത്യയിൽ നന്നായി കച്ചവടം ചെയ്യാനാകും. കേജ്രിവാളിനെ ED ജയിലിലാക്കിയതിൻ്റെ പാപഭാരം കോൺഗ്രസിൽ ചാർത്താൻ പിണറായി കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. കേജ്രിവാളിനോടുള്ള സ്നേഹം എന്നതിനേക്കാൾ തനിക്കെതിരെ നീളുന്ന EDയുടെ കൈകൾക്കെതിരെ കോൺഗ്രസിൻ്റെ പിന്തുണ നേടുകയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വീണയ്ക്കെതിരായ കേസ് എവിടെ എത്തുമെന്ന ഭയമുണ്ട്. അതിനിടയിലാണ് കരുവന്നൂർ സഹകരണ തട്ടിപ്പ് കേസിൽ EDയുടെ തുടർ നീക്കങ്ങൾ. EDയുടെ കൊച്ചിയിലെ മേധാവിയെ ഡൽഹിക്ക് വിളിച്ചിരുന്നു. അതിനും വലിയ ഫലമുണ്ടായി. കരുവന്നൂർ ബാങ്കിൽ CPMനുണ്ടായിരുന്ന 5 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ EDയുടെ ഡൽഹി യൂണിറ്റ് റിസർവ് ബാങ്കിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധനമന്ത്രാലയത്തെയും അറിയിച്ചു. ഇതോടെ സംസ്ഥാനവും നീക്കങ്ങൾ ചടുലമാക്കി. സഹകരണ വകുപ്പ് തന്നെ കരുവന്നൂർ സംഭവത്തെക്കുറിച്ച് പുനരന്വേഷണത്തിന് നീങ്ങുന്നു. പണ്ട് 40 കോടിയുടെ അഴിമതിയായി സഹകരണ വകുപ്പ് ഒതുക്കിയ തട്ടിപ്പ് ED 400 കോടിയിലെത്തിച്ചു. ED പിടിച്ചെടുത്ത രേഖകൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് 3ാം വട്ടവും കോടതിയെ സമീപിച്ചു. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഉള്ളിൽ തീയാണ് ഇരുമുന്നണികൾക്കും.